ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു 20 സെൻറ്റ് പറമ്പുമായിട്ടാണ്. ഈ പോകുന്ന ബസ് റൂട്ടിൻ്റെ സൈഡിലാണ് ഒരു പ്ലോട്ട് കിടക്കുന്നത്. 20 സെൻറ്റ് പ്ലോട്ടാണ്. ഈ ഒരു റോഡ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തേങ്കുറിശ്ശിയാണ്. തേങ്കുറിശ്ശി വില്ലേജിൻ്റെ തൊട്ടടുത്താണ് കിടക്കുന്നത്. ഈ ഒരു റോഡ് ശരിക്ക് ഇനി വീതി കൂടി ഹൈവേ ആകാൻ പോവാണ്. കൊടുവായൂർ നെന്മാറ പോത്തുണ്ടി ഹൈവേ ആകാൻ പോകുന്നത്. സോ ആ ഹൈവേ ആയാൽ പോലും നമ്മുടെ ലാൻഡും റോഡും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഹൈവേ ആയിക്കഴിഞ്ഞാൽ ശരിക്കും ഹൈവേയുടെ ഫ്രണ്ടേജോടുള്ള ഒരു 20 സെൻറ്റ് പ്ലോട്ട്. ഫ്രണ്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 മീറ്ററിൻ്റെ അടുത്തുണ്ട്. നല്ല പ്ലെയിൻ ആയിട്ടുള്ള റെക്റ്റാങ്കിളിലുള്ള നല്ലൊരു പ്ലോട്ട്. ലാസ്റ്റ് ഇടത്ത് മാത്രം ചെറിയൊരു കട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ബോർവെല്ലും കൊടുത്തിരിക്കുന്നത്, അതുപോലെ ഷെഡും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്ലോട്ടിൽ കറണ്ട് കണക്ഷൻ ആൾറെഡി ഉണ്ട്, ബോർവെല്ലുണ്ട്, ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. അതിൽ ഒരു സൈഡ് മാത്രം കുട്ടി മതിലാണ്, ബാക്കി 3 സൈഡും ഫുൾ കോമ്പൗണ്ട് വാൾ നല്ല ഹൈറ്റിൽ തന്നെ ഉണ്ട്. ഫ്രണ്ടിൽ ഗേറ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ അത്യാവശ്യമുണ്ട്. ഒരു പനയുണ്ട്, ഒരു പുളി, അങ്ങനെ കുറച്ച് 4-5 മരങ്ങൾ, വലിയ മരങ്ങളുണ്ട്. പിന്നെ ചെറിയ തെങ്ങുകൾ നട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു പറമ്പ് വരുന്നത് തേങ്കുറിശ്ശി 1 വില്ലേജിൻ്റെ അടുത്തായിട്ടാണ്. ഈ ഒരു പ്രോപ്പർട്ടി ലുലു മാളിൻ്റെ അവിടെ നോക്കുമ്പോൾ ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതുപോലെ തന്നെ കണ്ണാടി പാത്തിക്കലിൻ്റെ അവിടെ നോക്കുമ്പോൾ 2.9 കിലോമീറ്റർ, ഏകദേശം 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം കണ്ണാടി പാത്തിക്കലിൽ നിന്നുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് വെസ്റ്റ് തിരിഞ്ഞിട്ടാണ്, വെച്ചാൽ പടിഞ്ഞാട്ടാണ് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടി ഏത് രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം വെച്ചാൽ ഒരു ഫ്രണ്ടേജിന് ഞാൻ പറഞ്ഞ പോലെ ഒരു 20 മീറ്ററിൻ്റെ അടുത്ത് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീടായി ചെയ്താലും നല്ല വ്യൂ ആയിരിക്കും. അങ്ങനെയല്ല, ഹെൽത്ത് സെൻറ്ററും ഇതൊക്കെ അടുത്തുള്ളതുകൊണ്ട് തന്നെ, അപ്പോൾ വില്ലേജ് ഓഫീസ് അടുത്തുണ്ട്, ഹെൽത്ത് സെൻറ്റർ അടുത്തുണ്ട്, നമുക്കിവിടെ ഒരു കോംപ്ലക്സ് കണക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റുകൾ കെട്ടാൻ പറ്റും. ഇനി അങ്ങനെയല്ല, ഇതിന് ഇപ്പോൾ ഹൈവേയും കൂടി കംപ്ലീറ്റ് ആയി നമുക്ക് റെൻറ്റിന്, ഇപ്പോൾ ഹൈവേ സൈഡൊക്കെ ഒരുപാട് പ്ലോട്ടുകൾ റെൻറ്റിന് വരുന്നുണ്ട്. സോ അങ്ങനെ റെൻറ്റിന് കണക്ട് ചെയ്ത് കൊടുക്കാൻ സ്ഥലം തന്നെ കൊടുക്കാൻ പറ്റും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു ഗോഡൗൺ സെറ്റ് ചെയ്തിട്ട് ഗോഡൗൺ ആയിട്ട് കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു പറമ്പാണ്. 20 സെൻറ്റ് പറമ്പാണ്. അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ശരിക്കും. ഇപ്പോൾ ഇതിൽ എവിടെയാണ് ബോർവെൽ വരുന്നത് വെച്ചാൽ ലാസ്റ്റ് എൻഡിലായിട്ടാണ്. അവിടെ ഷെഡ് കാണുന്നുണ്ടാവും. ആ ഷെഡാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തുള്ളത്. അപ്പോൾ ഈ ലാൻഡിനകത്ത് ആൾറെഡി തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആൾറെഡി ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ലുലു മാളിനോട് നോക്കുമ്പോൾ ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇതിന് ദൂരമുള്ളൂ. വളരെ അടുത്തായിട്ട്, നിയറസ്റ്റ് ആയിട്ട് തേങ്കുറിശ്ശി വില്ലേജ് ഓഫീസും വളരെ അടുത്തായിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത് സെൻറ്ററും അടുത്തായിട്ടുണ്ട്. എല്ലാം കൊണ്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. വളരെ സൂപ്പർബായിട്ടുള്ള ലൊക്കേഷൻ. ഈ ഒരു ലൊക്കേഷന് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷം രൂപ പെർ സെൻറ്റാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ബോർവെല്ലിൻ്റെ ഇതാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ബോർവെല്ല്. ആ കാണുന്ന ഷെഡ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കട്ടുണ്ട്. ആ വീതി ഇവിടെ കുറവാണ്, ജസ്റ്റ്. പക്ഷെ അതെല്ലാം കംപ്ലീറ്റ് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു കോൺ വരുന്നുണ്ട്, അപ്പുറത്തൊരു വീടുണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് അവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ജസ്റ്റ് കാണാം. സോ ഇതാണ് ബാക്കിലെ സൈഡ് കിഴക്കാണ്. ഫ്രണ്ടിൽ നമ്മൾ പടിഞ്ഞാറ് പറഞ്ഞ പോലെ കിഴക്കാണ്. ഇവിടെ മാത്രം വീതി കുറവുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ അവിടെ നിന്നാണ് ടേൺ ആയിട്ട് വരുന്നൊരു എൽ ഷേപ്പിൽ, ആ ഒരു പോർഷനിൽ മാത്രം ലാസ്റ്റ് കുറച്ച് ഏരിയ ഉള്ളൂ. ബാക്കിയെല്ലാം അതേ സെയിം വീതി തന്നെയാണ് നമുക്കുള്ളത്. ഈ ഒരു ഏരിയ മാത്രം ജസ്റ്റ് ഒരു കട്ടിങ് ഉണ്ട് ഇവിടെ നിന്ന്. ഈ കട്ടിങ് പോയിട്ടാണ് ബാക്കിൽ ആ ഒരു പോർഷൻ വരുന്നത്. ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രം കുട്ടി മതിലാണ്. ഇതിനപ്പുറത്ത് ഇരിക്കുന്നത് വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ്. സോ ഇതാണ് നമ്മുടെ ഫുൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് പെർ സെൻറ്റിന് 5.5 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇത് കൂടി തരുന്നുണ്ട്. ഓണറിൻ്റെ നമ്പർ ഇതിൽ ലാസ്റ്റ് ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓണറെ ഡയറക്റ്റ് വിളിക്കണമെങ്കിൽ ഡയറക്റ്റ് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഞാൻ കണ്ടില്ല, ഇതാ ഒരു വലിയൊരു മരം, പുളിമരം, അങ്ങനെ അത്യാവശ്യം മരങ്ങളും ഇതെല്ലാം കൂടി കൂടിയ ഈ ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടി. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തേങ്കുറിശ്ശി വില്ലേജിൻ്റെ അടുത്തായിട്ട്, ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്തായിട്ട്, ഇപ്പോൾ വരാൻ പോകുന്ന തേങ്കുറിശ്ശി നെന്മാറ പോത്തുണ്ടി ഹൈവേയുടെ അടുത്തായിട്ട്, ശരിക്കും റോഡ് സൈഡായിട്ട് ഈ കിട്ടിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ്. സൂപ്പർവായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എത്രയും പെട്ടെന്ന് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ അഡ്വാൻസ് കൊടുത്ത് സെറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇത്രയും റോഡ് സൈഡിൽ കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ വളരെ റയറായിട്ട് കിട്ടുക ഈ ഒരു റേഞ്ചിലൊക്കെ. പിന്നെ
ആ ബസ് പോകുന്ന റൂട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതിൽ തന്നെ റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് പോകുന്ന റൂട്ടാണ്. സോ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ ഞാൻ ഓണറിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോ ആയിട്ട് സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ ഇൻഫോം ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എളുപ്പം എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലിൻ്റെ ആ സൈഡിൽ സബ്സ്ക്രിപ്ഷൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് 7907254278. ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം തരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഓണേഴ്സിന് അവരുടെ നമ്പർ ഇതിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ പറയുക, നമ്മൾ ഡീറ്റെയിൽസ് ചെയ്തു തരുന്നുണ്ടാവും, ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. നിങ്ങളുടെ സല്ലു. താങ്ക് യു.